നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ തീവ്ര ഹിന്ദു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. എന്തിനേയും മതമായും വർഗീയതയുമായും മാത്രം കാണുന്ന ചിലർ. എന്നാൽ അവർ ശരിക്കും സംഘപരിവാർ ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരവുമില്ല. പക്ഷേ അവർ സ്വയം പ്രഖ്യാപിത സംഘപരിവാർ അനുഭാവിയാണ് താനും. എന്നാൽ അത്തരം ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്ന മണ്ടത്തരങ്ങൾ കേട്ടാൽ ചിരിച്ച് മണ്ണ് തപ്പാറുണ്ട്. അത്തരത്തിലൊരു രസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. അത് മറ്റൊന്നുമല്ല, അക്ബറിനെ താമസിപ്പിച്ചത് സീതയ്ക്കൊപ്പം എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ VHP. പെട്ടെന്ന് അക്ബർ സീത എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണില്ല അല്ലെ? എന്നാൽ അതിലാണ് തമാശ. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ 2 സിംഹങ്ങളുടെ പേരാണ് അക്ബറും സീതയും. എന്നാൽ ആ 2 സിംഹത്തെയും ഒരുമിച്ച് താമസിക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർകക്ഷികളാക്കി കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപായ്ഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിന് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി സമർപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 20 ഹർജിയിൽ വാദം കേൾക്കും. സംസ്ഥാന വനം വകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കാനാണെന്നും VHP ആരോപിച്ചു. സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നിരവധി ആളുകളുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്. അതിനാൽ സിംഹത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപായ്ഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചു എന്ന് VHPയുടെ അഭിഭാഷകൻ ശുഭങ്കർ ദത്ത പറഞ്ഞു. ഫെബ്രുവരി 13 ത്രിപുരയിലെ സെപാഹിജ്വാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് 2 സിംഹങ്ങളെയും കൊണ്ടുവന്നത്. ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറും ആയിരുന്നുവെന്ന് തങ്ങൾ അത് മാറ്റിയിട്ടില്ലെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സീതയ്ക്ക് 5.5 വയസ്സും അക്ബറിന് 7 വയസ്സും 8 മാസവുമാണ് പ്രായം. ഇവ രണ്ടും സെപാഹിജ്വാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചതും വളർന്നതും. രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നത് എന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. നോക്കുക, എത്ര പരിഹാസ്യമാണ് ഇവരുടെ ഈ ആരോപണം എന്നത്. മിണ്ടാപ്രാണികളെ പോലും വെറുതെ വിടാതെ അതിൽ പോലും മതത്തിന്റെയും വർഗീയതയുടെയും വിഷം കുത്തിവെക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇവർ. ഗോമൂത്രം കഴിച്ചാൽ കൊറോണ മാറുമെന്ന് പ്രഖ്യാപനം നടത്തിയ ഇവർ ഇതല്ല ഇതിനപ്പുറവും പറയും. ഇവരാണ് യഥാർത്ഥ സംഘപരിവാർ എന്നതാണ് ഇവരുടെ വിചാരം. അത്രയും ബുദ്ധിയും ബോധവും മാത്രമേ ഇവർക്കുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധിയല്ല ഏതു വലിയ നേതാവ് വന്ന് ഇന്ത്യ സഖ്യമുണ്ടാക്കി രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അത്രയ്ക്കും തലച്ചോറില്ലാത്തവരായി മാറിയിരിക്കുകയാണ് ഇത്തരക്കാർ എന്നതാണ് സത്യം.